ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, യഥാർത്ഥത്തിൽ അന്ന് പോലീസ് ഈ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിന് കൂടി ഒരു പരിധിവരെ കാരണമായിട്ടുള്ളതാണ് ഈ പോലീസിൻ്റെ അന്നത്തെ ഇടപെടലും. അതോടൊപ്പം തന്നെ പ്രതിഷേധിച്ചവരെ സമരം ചെയ്യുന്ന എല്ലാ കാലത്തും സമരം ചെയ്യുന്നവരാണ് ഇടതുപക്ഷക്കാർ. സമരത്തെ ഒരു സമര സംഘടനയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് തന്നെ. അങ്ങനെയുള്ളവർ സമരം ചെയ്യുന്ന ആളുകളെ അതിക്രൂരമായി തല്ലിച്ചതച്ചപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി ന്യായീകരിച്ച് പരിഹസിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇന്നിപ്പോൾ അതിൽ അന്വേഷണം വരുന്നു. അല്ല, ഇത് ഒരു നല്ല കാര്യമാണ്. കാര്യം ഒരു ക്രമസമാധാനത്തിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരുന്നില്ല ഇയാൾക്ക് മുഖ്യമന്ത്രിന്റെ ചുമതല മാത്രമായിരുന്നു. അപ്പൊ ഇയാൾ ഈ ആക്രമിക്കാനേ പാടില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ സഹിഷ്ണുത കാണുന്നുണ്ട്. അതൊരു പാടായിരിക്കണം. ഞാൻ ഇന്നലെ ഏതോ ചാനലില് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് കേട്ടു, ശരിക്കും പറഞ്ഞാൽ ഇയാളെ പിരിച്ചുവിടാൻ പോലുള്ള അധികാരം ഉണ്ടാവുന്നതാണ് അന്വേഷിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഒരു പാടായിരിക്കണം പോലീസുകാർക്ക്. കാരണം ചെറുപ്പക്കാർ, അതുപോലെ നമ്മൾ അനിയന്മാരപ്പത്തെ മക്കളെ എങ്ങനെ ഇവരിങ്ങനെ അടിക്കുന്നത്? ഏത് പാർട്ടിയോ ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, BJP-കാരോ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ആരും ആയിക്കോട്ടെ, ഒരു ചെറുപ്പക്കാരൻ ചെക്കനാ എങ്ങനെ ഇങ്ങനെ അടിക്കാൻ തോന്നുന്നു? ഇവർ എന്തൊരു പോലീസായിട്ട് ഇത്തരം പോലീസുകാർക്കെതിരായിട്ട് പണിഷ്മെന്റ് പിരിച്ചുവിടുന്നതുകൊണ്ട് പിരിച്ചുവിടുന്ന യാതൊരു ആനുകൂല്യം കൊടുക്കാതെ പിരിച്ചുവിടാൻ കഴിയുമ്പോൾ ഓക്കെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ദാസനാണ് കണ്ണൂരിൽ നിന്ന് അഭിപ്രായം പറഞ്ഞത്. അതിന് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ അത് പ്രസക്തമായൊരു അഭിപ്രായമാണ്. അത് SFIക്കാരോ DYFIക്കാരോ ഇനി യൂത്ത് കോൺഗ്രസ്സുകാരോ KSUക്കാരോ അല്ലെങ്കിൽ MSFകാരനോ ആരോ ആയിക്കോട്ടെ, ഏത് സംഘടനാ പ്രവർത്തകരായാലും ഒരു സംഘടനാ പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തുമ്പോൾ അവരെ തടഞ്ഞു നിർത്താം, അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം, അതെല്ലാം ശരിയാണ്. പരമാവധി പോയാൽ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ലാത്തിച്ചാർജ് പോലും ചെയ്യും. ഇതങ്ങനെയല്ല, തലയടിച്ചു പൊട്ടിക്കുക എന്നുള്ള അതിക്രൂരമായ പ്രാകൃതമായ പ്രവൃത്തിയാണ് ചെയ്തത്. അതിനെ മുഖ്യമന്ത്രി തന്നെ ന്യായീകരിക്കുകയും കൂടി ചെയ്യുന്നു. അതിന് ആർക്ക് നേരെ ചെയ്യുമ്പോഴും സാധാരണ മനുഷ്യർ അത് അംഗീകരിക്കില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ, ഈ അന്വേഷണം ഒരു പ്രതികാര നടപടിയല്ല സാർ. കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഏത് ഗവൺമെന്റും തയ്യാറാകണം. ആ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് വെച്ചാൽ അതിന് തയ്യാറായില്ല. അതൊരു രക്ഷാപ്രവർത്തനമായത് കാരണം കൊണ്ട് എന്നുള്ള രീതിയിൽ അവർ തയ്യാറായില്ല. ഇപ്പൊ എന്ന് വെച്ചാൽ പുതിയ ഗവൺമെന്റ് വന്നു, അവരത് അന്വേഷിക്കട്ടെ സാർ. അന്വേഷിച്ചിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ കൊടുക്കണം. അതല്ല രക്ഷാപ്രവർത്തനമാണോ എന്ന് തെളിയട്ടെ സാർ. കാരണം വെച്ചാൽ ഈ ചെറുപ്പക്കാർ യുവജനങ്ങളെയൊക്കെ ഇത്രമാത്രം തല്ലിച്ചതയ്ക്കാൻ പാടില്ല സാർ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം കയ്യിലുണ്ടോന്ന് വിചാരിച്ചിട്ട് പോലീസുകാർക്ക് എന്തും ചെയ്യാൻ പാടില്ല. അവർ നാളെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് ഇറങ്ങി പുറത്തു വരേണ്ടവരല്ലേ സാർ. അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ തെറ്റാണോ ശരിയാണോ എന്ന് അന്വേഷിക്കട്ടെ സാർ. ശരി, ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ഇത് നേരത്തെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾക്ക് കോൺഗ്രസ്സുകാര് അടി കൊള്ളാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു പാർട്ടി എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ നിരത്തുണ്ടായിരുന്നു. അതിലൊക്കെ ഒരു മാറ്റം വരികയെന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഈ നടന്ന സംഭവം എന്ന് പറഞ്ഞപ്പോ ലാത്തി ചാർജ് അടിയും ബഹളങ്ങളൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ പിണറായി പോലും അടിയന്തരാവസ്ഥക്കാലം ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. പക്ഷെ അതൊരു സമരത്തിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അടിയന്തരാവസ്ഥക്കാലത്തൊക്കെ ഇതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമരത്തിൽ വന്ന സംഭവമല്ല. ഒരു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുക, അത് പ്രതിഷേധിച്ചതിന് പറഞ്ഞ ആ വിഷ്വലിലൊക്കെ കാണുമ്പോ കണ്ടില്ലേ, ഏത് പാർട്ടിയായിട്ടെ ഒരുമാതിരി പാമ്പിനെ തല്ലിക്കൊല്ലുന്ന പോലെ അല്ലെങ്കിൽ ഒരു പേപ്പറ്റിനെ തല്ലിക്കൊല്ലുന്ന ഒരു അവസ്ഥയിലൊക്കെ. അതും ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആളല്ലേ, മുഖ്യമന്ത്രിക്കാണ് അങ്ങനെ സംരക്ഷണം കൊടുക്കേണ്ടത്. അത് ഇപ്പുറത്തെ പണി ചെയ്യേണ്ട ആൾ പോലീസുകാരല്ലേ. എന്ത് തന്നെ ആയാലും ഇനിയിപ്പോ ഷൗക്കത്ത് അലി ഇതൊക്കെ വലിയ കാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ ചെയ്ത നല്ല കാര്യം. TP കേസൊക്കെ എന്ന് പറഞ്ഞാൽ അവസാനം എന്താ ഉണ്ടാക്കി തരുന്നു നമുക്ക് എല്ലാവർക്കും പറയാം. ഗവൺമെന്റിന്റെ പാർട്ടികൾക്ക് ഇതും കൂടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് തീർപ്പുണ്ടാക്കിയത് നല്ല കാര്യമാണ്. കാരണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആര് ചെയ്താലും അതിന് കറക്റ്റായിട്ട് ശിക്ഷിക്കപ്പെടണം. അതിന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കണം. നല്ല കാര്യം. ഓക്കെ, ശരി. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചു തന്നെയാണോ ഭരണത്തിലെത്തിയപ്പോൾ VD സതീശൻ തുടങ്ങുന്നത്? നമസ്കാരമുണ്ട് കിരൺ സാറേ. നമസ്കാരമുണ്ട്. അപ്പോ ഭരണം തുടങ്ങിയപ്പോ ആദ്യം നല്ല കാര്യങ്ങളാണ് ചെയ്തത്. ആശാ വർക്കർമാര് മറ്റേ 2 വർക്കർമാർക്കും 1000 ഉറുപ്പ്യ കൂട്ടി കൊടുത്തതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് അഭിനന്ദിക്കുന്നു സർക്കാരിനെ. പിന്നെ ഇപ്പൊ ഈ അടി എന്ന് പറഞ്ഞാൽ അടിയിൽ പല കാര്യങ്ങളുണ്ട്. അതായത് ഒരു 10 കൊല്ലം പുറത്തായിരുന്നു, ഭരണമല്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോ ഇറ്റങ്ങളെ വിട്ടിട്ട് ഇങ്ങനെ പലതും ചെയ്യിക്കുകയാണ്. അപ്പൊ ആ ചെയ്യിക്കുമ്പോ മുഖ്യമന്ത്രിനെ വിമാനത്തിലും ആക്രമിച്ചു, അങ്ങനെ പലതരത്തിലും ആക്രമിച്ചു. ഇങ്ങനെ ആക്രമിച്ചപ്പോ അതിന് പകരം അപ്പൊ അവർ ചെയ്ത പണിയാണ്. പക്ഷെ അവർ ചെയ്തത് ഇപ്പോ ഈ ഇതിൽ കണ്ടു നോക്കുമ്പോ സിവിൽ ഡ്രസ്സിലുള്ള ആളും തല്ലുന്നുണ്ട്,
പിന്നെ നീല ഡ്രസ്സുള്ള ആളും തല്ലുണ്ട്. അത് പിന്നെ പോലീസുകാർ ഇക്കാരെന്ന് കരുതുകയാണ്. അത് ഏതാന്നുള്ളത് സാറൊന്ന് മനസ്സിലാക്കി തരും വേണം. കാരണം ഇങ്ങനെ ക്രൂരമായിട്ടുള്ള അക്രമം വളരെ മോശമാണ്. പിന്നെ അവരും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആര് ഭരിക്കുകയാണെങ്കിലും ഇപ്പൊ സതീശൻ സാറ് ഭരിക്കുന്നുണ്ട്. ഇനി മറ്റുള്ളവർ പോയിട്ട് അതൊന്നും ചെയ്യാനും പാടില്ല. അതും ഏറ്റവും വലിയ തെറ്റാ. അപ്പോ വളരെയധികം എല്ലാവരും നന്നാവണം എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ അടുത്തുള്ളത് സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും വിളിക്കുന്നു. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാധാരണ ഒരു UDF സർക്കാരിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും ഓർത്തു വെക്കുകയോ പിന്നീട് അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയൊന്നുമില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും കഴിഞ്ഞ ഭരണകാലത്ത് അവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഭരണപക്ഷത്തിന് വേണ്ടി നിയമം വിട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ അടക്കം അവർ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വെക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളായിരുന്നു നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനൊരു മാറ്റം വരിക കൂടിയാണോ? കണ്ടാ സഹിക്കില്ല. എന്നെ അടിയാൻ അവനെയൊക്കെ പിരിച്ചുവിട്ടാണ്. ശമ്പളം കൊടുക്കരുത്, പിരിച്ചും വിടണം, പെൻഷൻ പോലും കൊടുക്കരുത്. സത്യം പറഞ്ഞാൽ പിണറായി വിജയന്റെ പേരും കേസാണ്. പുള്ളി നോക്കേണ്ടിക്കല്ലോ, ആഭ്യന്തരമന്ത്രിയല്ലേ. ഇത് അഡ്ജസ്റ്റ്മെന്റ് ആയി പോകേണ്ടത് മതിയായിരുന്നു. ഇത് പറച്ചു മാത്രമേ ഉള്ളതോ ഇവരൊന്നും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും. അതായി പോയിരുന്ന ഭാഗ്യം. ശരി, താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? ശ്രീ പ്രേമരാജനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ പ്രേമരാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ ആദ്യ ക്യാബിനറ്റിലെ ഈ തീരുമാനത്തെ കാണുന്നത്? തീരുമാനം നല്ല തീരുമാനം. ഇതേപോലെ അങ്ങോട്ട് പോയാൽ മതി. പിന്നെ ഈ പ്രശ്നം വെച്ചാല് ഇവർക്ക് ജോലിയും കൊടുക്കരുത്, കൂലിയും കൊടുക്കരുത്, പെൻഷനും കൊടുക്കരുത്. അത് മനസ്സിന് വേദനിപ്പിച്ചൊരു കാര്യമാണ്. ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ കൃത്യമായിട്ട് കാണുന്നത് കോടതിയും മുഖ്യമന്ത്രിയും കാണുന്നില്ല എന്നാണല്ലോ. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അതെ, അതുപോലെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കിരണേ. നമ്മളെ നവീൻ ബാബു ഇല്ലേ, അതെ, ആ പ്രശ്നം കൂടി ഒന്ന് ഈ മുഖ്യമന്ത്രി ഒന്ന് പൊന്തിച്ചു കൊണ്ടുവരണം എന്നൊരു അഭിപ്രായമുണ്ട്. അത് ഈ എതിർക്കാണ്ട് CBIക്ക് വേണ്ട ഒരു പരിപാടിയും കൂടി മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യം. അത് ഈ രണ്ട് സംഗതി വെച്ചാല് മനസ്സിന് വല്ലാതെ വേദനിപ്പിച്ച സംഗതിയാണ്. രാഷ്ട്രീയം നോക്കിയിട്ട് പറയുന്നില്ല. ശരി, അത്തരം ചില ആവശ്യങ്ങൾ മുന്നിലുണ്ട് ആ എന്നുള്ളത്. മുഖ്യമന്ത്രിന്റെ ചെവിടിൽ എത്താൻ പറ്റുമെങ്കിൽ ഇക്കാര്യം കൂടി ഒന്ന് എത്തിപ്പിക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു കാര്യം. ശരി, താങ്കളുടെ അഭിപ്രായം എന്തായാലും ശ്രദ്ധയിൽപ്പെടുത്താൻ മാധ്യമങ്ങൾ വഴി ഇങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ടോ എന്നതുകൂടി പറയാം. പക്ഷേ അത് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് മുമ്പ് തന്നെ. നമ്മളായി ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല. എന്നാലും താങ്കളുടെ അഭിപ്രായത്തെ ഗൗരവത്തോടു തന്നെ കാണുന്നു. ശ്രീ റഹിമയാണ് കാലിക്കട്ട് നിന്നും. ശ്രീമതി റഹിമ, താങ്കൾ ഈ ആദ്യ ക്യാബിനറ്റിലെ തീരുമാനത്തിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയതിനെ എങ്ങനെയാണ് കാണുന്നത്? മുഖ്യമന്ത്രി പിണറായി സാറ് പോയവരപ്പോ ഉപ്പില്ലാത്ത കഞ്ഞി പോലായി. കാരണം പറഞ്ഞോളൂ, താങ്കൾ ആ TV മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. കാരണം എന്താ വെച്ചാല് വീട്ടിൽ സതീശൻ വന്ന് പകരം വീട്ടാനാണോ അതോ പിന്നെ നമ്മളെ ഭരിക്കാൻ നമ്മളെ നാട് നന്നാക്കാനാണോ? ഇതിപ്പോ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി തല്ലിയതല്ലല്ലോ. അവര് പോകുമ്പോ ഇങ്ങനെ കല്ലെറിഞ്ഞിട്ടും കരികൊടി കാണിച്ചിട്ടും ആണല്ലോ ഇവരെ പിടിച്ച് തല്ലുന്നത്. പക്ഷെ അതിലൊരു ന്യായം ഇല്ലല്ലോ ഇവർക്ക്. എങ്ങനെയാണ് പറഞ്ഞത്? മനസ്സിലായില്ല റഹീമ. മുഖ്യമന്ത്രി സാർ പോകുമ്പോള് കല്ലെറിഞ്ഞിട്ടും കരികൊടി കാണിച്ചിട്ടാണല്ലോ ഇവരെ കരിങ്കൊടി കാണിക്കുന്നവരെ എന്തിനാണ് തല്ലുന്നത് റഹീമ? തല്ലുന്നത് എന്ത് തല്ലണത്? പിന്നെ അവര് കല്ലെറിഞ്ഞിട്ടായിരിക്കും. പിന്നെ അവരാരും കല്ലെറിഞ്ഞിട്ടില്ല, ഒരാളും കല്ലെറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കേസുമില്ല. ഒരു സ്ഥലത്തും കല്ലെറിഞ്ഞില്ല. മുഖ്യമന്ത്രി പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നവരെ തല്ലാൻ ഏത് വകുപ്പിലാണ് നിയമമുള്ളത്? അത് പിന്നെ സാറിന് മുഖ്യമന്ത്രി സാറിന് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചു. കരിങ്കൊടി കാണിച്ചാൽ കരിങ്കൊടി എന്താ കണ്ടാൽ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ? അത് ഇപ്പം അവരെ തല്ലണത് അതിലൊരു ന്യായമല്ല. ഇപ്പൊ VD സതീശൻ സാറ് വന്നപ്പോ ഇതിന് പകരം വീട്ടാനാണ്. ഇത് പകരം വീട്ടിലല്ലോ. ഒരു അധികാരത്തിന്റെ ഹുങ്ക് വെച്ചുകൊണ്ട് തെരുവിൽ പ്രതിഷേധിക്കുന്ന ആളുകളെ തലതല്ലി പൊളിച്ചാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ആവശ്യമല്ലേ? അത് അനിവാര്യമല്ലേ? കോടതി തന്നെ പറഞ്ഞല്ലോ അന്വേഷണം നടത്തണമെന്ന്. ഇതിൽ എത്രയോ ആയിരക്കണക്കിന് വരുന്ന SFIക്കാരും DYFIക്കാരും ഇതുപോലെ തല്ലുകൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഭരിക്കുമ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.